നമസ്കാരം. കോഴിക്കോട് മകന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കോഴിക്കോട് കുണ്ടായിത്തോട് കരിമ്പാടത്ത് താമസിക്കുന്ന ഗിരീഷാണ് മർദ്ദനത്തിൽ മരിച്ചത്. മകൻ സനലിന്റെ മർദ്ദനമേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഗിരീഷ്. തന്റെ കല്യാണം അച്ഛൻ മുടക്കുന്നുവെന്ന് പറഞ്ഞാണ് സനൽ ഗിരീഷിനെ മർദ്ദിച്ചത്. താൻ ലഹരി ഉപയോഗിക്കുന്നുവെന്നും തന്റെ വിവാഹം സംബന്ധിച്ചും അച്ഛൻ അപവാദ പ്രചാരണം നടത്തുന്നതായി സനൽ പോലീസിന് മൊഴി നൽകിയിരുന്നു. സനലും അമ്മ പ്രസീതയും ബേപ്പൂരിൽ വാടക വീട്ടിലാണ് താമസം. ഗിരീഷും 2 സഹോദരിമാരും ഇവരുടെ മക്കളുമാണ് കുണ്ടായിത്തോട്ടിൽ കഴിയുന്നത്. ബുധനാഴ്ച രാത്രി സനൽ മദ്യപിച്ചാണ് ഗിരീഷിന്റെ വീട്ടിലെത്തിയതെന്നാണ് വിവരം. തുടർന്ന് വാക്കേറ്റം ഉണ്ടാവുകയും ഗിരീഷിനെ മർദ്ദിക്കുകയുമായിരുന്നു. ഗിരീഷ് താമസിക്കുന്ന കുണ്ടായിത്തോടുള്ള വീട്ടിലെത്തി മകൻ സനൽ മർദ്ദിക്കുകയായിരുന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗിരീഷ് മർദ്ദനമേറ്റ് കട്ടിലിൽ നിന്നും താഴെ വീഴുകയും തലയ്ക്കുൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തു. ആദ്യം സ്വകാര്യ ആശുപത്രിയിലും സ്ഥിതി ഗുരുതരമായതിനാൽ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഗിരീഷ് ഭാര്യയിൽ നിന്നും മകനിൽ നിന്നും അകന്നു കഴിയുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. സഹോദരന്മാർക്കൊപ്പം തറവാട്ടിലായിരുന്നു ഗിരീഷിന്റെ താമസം. മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന ഗിരീഷ് ഇന്നലെ രാവിലെയോടെയാണ് മരിച്ചത്. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയായി. ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും. ആശുപത്രിയിലായിരിക്കെ അച്ഛനെ കാണാനും ഇയാളെത്തിയിരുന്നു. മരണവിവരം അറിഞ്ഞതിന് പിന്നാലെ മകൻ ഒളിവിൽ പോയി. പിതാവിനെ മകൻ മർദ്ദിച്ചെന്ന പരാതിയിൽ നല്ലളം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടയിലായിരുന്നു മരണം സംഭവിച്ചത്. സനൽ പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. കൂലിപ്പണിക്കാരനായിരുന്നു ഗിരീഷ്. ഗിരീഷിന്റെ ഒരു സഹോദരിയുടെ ഭർത്താവ് മരിച്ചതാണ്. മറ്റൊരു സഹോദരി ഭർത്താവുമായി അകന്നു കഴിയുകയാണ്. ഇതോടെയാണ് 2 സഹോദരിമാരും ഗിരീഷിന്റെ വീട്ടിൽ താമസം തുടങ്ങിയത്. സനലും പ്രസീതയും ബേപ്പൂരിലേക്ക് താമസം മാറിയിട്ട് 2 വർഷത്തോളമായി. കുടുംബത്തിൽ നിരന്തരം പ്രശ്നങ്ങളായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഗിരീഷിന്റെ മകൾ സോനയെ എടവണ്ണപ്പാറയിലേക്കാണ് വിവാഹം കഴിച്ച് അയച്ചത്. സോനയുടെ ഭർത്താവിന് 2 മാസത്തോളമായി കാണാനില്ല. ഇയാൾക്കായും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്.